പക്ഷേ താപനില മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുവെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നാണ് വ്യാജ പ്രചരണം. അജ്മൽ ദിറാർ ആ വാർത്തകൾ ഉയരുമ്പോൾ ചെയ്യുന്നു. അജ്മൽ, അത് മാത്രമല്ല, ഫോൺ എന്തോ പുറത്തു വെക്കരുത്, ഫോൺ ചൂടുകൂടി പൊട്ടിത്തെറിക്കും, ഇന്ധന ടാങ്ക് മുഴുവനായി നിറയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോർവേഡുകളാണ് വാട്സാപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അത് പൂർണ്ണമായി വ്യാജമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഏതളവിൽ വരെ ചൂട് ഉയരുമെന്നും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ടോ ദുരന്ത നിവാരണ അതോറിറ്റി? അജ്മൽ, ഒരു മിനിറ്റ് ഇപ്പോൾ എത്താം. അജ്മൽ, ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് ആയിരുന്നു. അദ്ദേഹം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയാണ്. ഡോക്ടർ ശേഖർ, ഇവിടെ ഫോൺ ചുട്ടുപഴുത്ത് പൊട്ടിത്തെറിക്കും എന്നൊക്കെയാണ് വാട്സാപ്പിൽ വരുന്ന മെസ്സേജ്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? നമ്മൾ ഏതളവിലാണ് ചൂടിനെ സൂക്ഷിക്കേണ്ടത് ഡോക്ടർ ശേഖർ? നോക്കൂ, ചൂട് സംബന്ധിച്ച് വളരെ വ്യക്തമായ മുന്നറിയിപ്പുകളും ഡൂസ് ആൻഡ് ഡോൺസും എന്ത് ചെയ്യരുത് എന്നുള്ളതും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നിരന്തരം ദൈനംദിനം പൊതുസമൂഹത്തിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പിന്റെ പേരും വെച്ചുകൊണ്ട് ഒരു പ്രചാരണം നടത്തുന്നതായിട്ടാണ്. അത് ഒരു ശരിയായ പ്രചാരണമല്ല, അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചാരണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ ഒരു പ്രസ് റിലീസ് ഇന്ന് നടത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സമ്മറാണ്, ഇത് വേനലാണ്. ഇപ്പോൾ ചൂട് കൂടുതൽ തന്നെയാണ്. അത് നമ്മൾക്ക് അനുഭവവേദ്യമായ ചൂട് വർദ്ധിച്ചിട്ടുമുണ്ട്. കാലാകാലങ്ങളുടെ ഡേറ്റ പരിഗണിക്കുമ്പോൾ നമ്മൾക്ക് വർദ്ധിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈനംദിന വസ്തുക്കളെല്ലാം കുറച്ച് ചൂട് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും എന്നാണെങ്കിൽ അത് വളരെ മൗഢ്യമായ ഒരു വിശകലനമാണ്. നമ്മൾക്ക് ഈ ഓരോ ഉപകരണത്തിനും അതിൻ്റെതായ റേഞ്ചും ടെമ്പറേച്ചർ റേഞ്ചും ഒക്കെ ഉണ്ട്. അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ റേഞ്ചും എല്ലാം നോക്കിയിട്ടാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇതിനെല്ലാം സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിലുള്ള ഫോണെല്ലാം എല്ലാ ദിവസവും പൊട്ടിത്തെറിക്കണ്ടേ? ഇതേ വാഹനങ്ങളും ഇതേ ഫോണും അല്ലേ അവിടെയും ഉപയോഗിക്കുന്നത്? എന്തിന് മിഡിൽ ഈസ്റ്റിലെ മണലാരണ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതും ഇതേ ഫോണുകളും വണ്ടികളുമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇത്തരം വ്യാജ മുന്നറിയിപ്പുകൾ എന്ന പേരിലുള്ള വ്യാജ പ്രചാരണം ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കാതിരിക്കുക. പലപ്പോഴും നമ്മളെ പോലെ ഈ വിവരങ്ങൾ നേരിട്ടറിയാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ മുന്നിലേക്ക് ഇതെത്തുമ്പോൾ അവര് ഭയചിത്തരാകുകയും അവർ അനാവശ്യമായി അവരുടെ ഒരു ദിവസത്തെ ദൈനംദിന പ്രക്രിയകൾ മുഴുവൻ വേണ്ടാന്ന് വെക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പൊ അത് ഇത്തരം കാലത്ത് ഇത്തരം മെസ്സേജുകൾ അയക്കുന്നത് കുറ്റമാണെന്ന് മാത്രമല്ല, അത്യാവശ്യം ശിക്ഷ കിട്ടാവുന്ന നല്ല വലിയ വകുപ്പുകളുള്ള കുറ്റമാണെന്ന് അറിയാതെ കൂടിയായിരിക്കണം ഈ വ്യാജ പ്രചരണങ്ങൾ, അല്ലേ? അല്ല, ഇത് അറിയായികയുള്ളതല്ല. സാധാരണ ഇത്തരം പ്രചാരണങ്ങളൊക്കെ മഴക്കാലത്താണ് നമ്മൾ കാണാറ്. പക്ഷേ ഇപ്പോ മഴ വരുന്ന ആകാശം കറക്കുമ്പോൾ തന്നെ പ്രളയം വരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കാറുണ്ടെങ്കിൽ ഇപ്പോ ചൂടിലും ഇതുപോലെ പുതിയ എന്താ പറയുന്ന ഇന്നോവേറ്റീവ് സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അത് നിയമപരമായി നടപടി എടുക്കാവുന്നതാണ്. പക്ഷെ ഇതൊന്നും ഒരു പിതൃത്വമില്ലാത്ത സന്ദേശങ്ങളാണ്. അപ്പൊ അത് എവിടുന്നാണ് ആരാണിത് ഇറക്കി വിടുന്നത് എന്നുള്ളതൊക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അത് മാത്രമേ നമ്മുടെ പോലീസ് സൈബർ വകുപ്പിന് ജോലി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് ഒഴിവാക്കുക. നമ്മളാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. ഇങ്ങനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സാമൂഹിക മാധ്യമ പേജിൽ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും അപ്ഡേറ്റ്സ് ഉണ്ട്. നിങ്ങളൊക്കെ അത് കാണുന്നതുമാണ്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്ന മെസ്സേജാണ്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ചൂട് സാധാരണമായ ഒരു വേനൽ ചൂടല്ല, എൽനിനോ എന്ന അപകടാവസ്ഥയുടെ വരവാണിത്. ഇത് നിശബ്ദമായി ജീവൻ കവർന്നേക്കാവുന്ന ഒന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നകറ്റാനും കഴിയും. മെയ് മാസം അടുത്ത് വരുമ്പോൾ ഈ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും. എന്താണ് എൽനിനോ? ലളിതമായി പറഞ്ഞാൽ പസഫിക് മഹാസമുദ്രത്തിലെ വെള്ളം വളരെ ചൂടാകുന്നു. ഇത് ലോകമെമ്പാടുമുള്ള കാറ്റിന്റെ പ്രവാഹത്തെ ബാധിക്കുന്നു. മെയ് മാസത്തിൽ മഴ കൊണ്ടുവരേണ്ട തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വൈകുകയോ കുറയുകയോ ചെയ്യാം. അതായത് മഴ കിട്ടേണ്ട സമയത്ത് കഠിനമായ ചൂട് മാത്രം അനുഭവിക്കേണ്ടി വരും. ഇത് വളരെ അപകടകരമായ സാഹചര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ വളരെ, അതായത് നമ്മൾക്ക് ഒരു സന്ദേശത്തിനെ അത് തെറ്റാണെന്ന് അറിയാതെ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു സന്ദേശത്തിനെ നമ്മൾക്ക് ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശാസ്ത്രീയമായ വാചകങ്ങൾ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ പസഫിക് സമുദ്രത്തിലെ നമ്മളുടെ എൻസോ ന്യൂട്രലാണ്. അത് മൺസൂൺ കാലം വരെ അങ്ങനെ തുടരാൻ തന്നെയാണ് സാധ്യത. നമ്മൾക്ക് മൺസൂൺ കാലത്താണ് ഇത്തവണ എൽനിനോ പ്രതിഭാസം ഉണ്ടാകാൻ തന്നെ സാധ്യത.
അങ്ങനെയാണ് പൊതുവിലുള്ള അനുമാനം. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ശാസ്ത്രീയമായ കുറച്ച് വാചകങ്ങൾ, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊന്നും വെരിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ മുന്നിലേക്ക് ഇത് എത്തുമ്പോൾ അവര് ഇതെന്തോ ശാസ്ത്രീയമായ എന്തോ ഒരു പ്രഹേളികയാണ്, ഇത് പുതുതായി എന്തോ സംഭവിക്കുന്നതാണെന്നൊക്കെ പേടിച്ചു പോകും. അപ്പോ അത് ഒഴിവാക്കാനായി നിങ്ങൾ മാധ്യമങ്ങൾ എടുക്കുന്ന ഈ ഒരു എഫേർട്ട് ശ്ലാഘനീയം, സന്തോഷം. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഡോക്ടർ ശേഖർ കുര്യാക്കോസ്. അജ്മൽ ദറാർ തുടർന്നു. അജ്മൽ, അപ്പോൾ ശ്രീ ശേഖർ കുര്യാക്കോസ് പറയുന്നത് ഇങ്ങനെ നമ്മൾ വായി തോന്നിയത് ഒക്കെ വാട്സാപ്പിലോട്ട് എഴുതി ഫാമിലി ഗ്രൂപ്പുകളിലോട്ടും മറ്റേ എന്തൊക്കെയോ ബാക്കിയുള്ള ഗ്രൂപ്പിലോട്ടും കൈൻഡ്ലി ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതരുത് എന്നാണ് പറഞ്ഞ് എഴുതിയാൽ അത് ശിക്ഷ കിട്ടുന്ന വലിയ വകുപ്പുകളുള്ള കുറ്റമാണ് എന്നും കൂടിയാണ് അജ്മൽ. ഹാഷ്മി, അല്ലെങ്കിൽ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട പ്രവാസികളെക്കുറിച്ചുള്ള ആശങ്ക, ഇന്ധന ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്ക, LPG പ്രതിസന്ധി, ഇങ്ങനെ പലതരം പ്രതിസന്ധികളും ആശങ്കകളിലൂടെ കടന്നു പോകുന്ന മലയാളികളെ വീണ്ടും പ്രതിസന്ധിയിലും ആശങ്കയിലുമാക്കാം എന്തെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് നമ്മുടെ ചുറ്റും പ്രചരിക്കുന്നതെന്നാണ് ഈ വാർത്തകൾ കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. ഇന്നലെ തന്നെ നമ്മളൊക്കെ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ വീട്ടുകാരെ തന്നെ നമ്മളോട് ഇത്തരം ആശങ്കകൾ പങ്കുവയ്ക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ വ്യാജ പ്രചാരണങ്ങളെ മുഴുവൻ തള്ളിക്കളയണമെന്ന തരത്തിലുള്ള വാർത്തകൾ അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നൊക്കെയുള്ള ഔദ്യോഗിക മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വെയിലത്ത് നിന്നാൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കും, അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകൾ നിറയ്ക്കരുത്, കഠിനമായ ചൂട് ഏപ്രിൽ അവസാനം മുതൽ മെയ് പകുതി വരെ തുടരും, 55 ഡിഗ്രി വരെ പോകും. അപ്പോൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ തള്ളിക്കളയുക. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിക്കണമെങ്കിൽ അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് എന്നുള്ള നിലയിലൊക്കെ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു വകുപ്പ് പോലും കേരളത്തിലില്ല എന്നാണ് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. അതൊരു അഗ്നിരക്ഷാ സേനാ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന മാത്രമാണ്. അപ്പോൾ അത്തരം വ്യാജ പ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞ് വിശ്വസനീയമായ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആരോഗ്യ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകളും മാത്രം ജനങ്ങൾ ആശ്രയിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ജനങ്ങളോടും പങ്കുവയ്ക്കാനുള്ളത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.